ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവം മകരസംക്രമ പൂജകൾക്ക് തുടക്കമായി. വെർച്വൽ ക്യൂ വഴി 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേർക്കുമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം. 1 ലക്ഷത്തോളം പേരെങ്കിലും മകരവിളക്ക് ദർശനത്തിനെത്തുമെന്നാണ് കണക്ക്. വിഷ്ണു VS ചേരുന്നുണ്ട്. വിഷ്ണു, പൂജകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞോ? എന്തൊക്കെയാണ് ഇനിയുള്ള ചടങ്ങുകൾ? എത്രത്തോളം ആളുകൾ, ഏതാണ്ട് 30,000 പേർക്കാണ് അവിടെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. തിരക്ക് കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മകരജ്യോതി തെളിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ തന്നെ മകരജ്യോതിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 30,000 ആളുകളെയാണ് വെർച്വൽ ക്യൂ വഴി കയറ്റിവിട്ടിരിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് വളരെ കുറവാണ്. 5,000 പേർക്കാണ് സ്പോട്ട് ബുക്കിംഗ്. മകരസംക്രമ പൂജകൾ ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കുന്നു. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ടോടെ സന്നിധാനത്തേക്ക് എത്തും. കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിഷ്ണു വീണ്ടും ചേരുന്നുണ്ട്. വിഷ്ണു, തുടർന്നോളൂ. സന്നിധാനത്ത് ഭക്തജന തിരക്ക് തുടരുക തന്നെയാണ്. കാരണം ശബരിമലയിൽ വിശ്വാസികളെ സംബന്ധിച്ച്, ശബരിമല അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ശബരിമല ദർശനം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ശബരിമലയിൽ വിശ്വാസികൾ പലയിടങ്ങളിലായി സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇന്നും ശബരിമലയിൽ പലതരത്തിലുള്ള ആചാരക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മകരസംക്രമ പൂജ നടക്കുന്നു. അകത്ത് ശ്രീകോവിലിൽ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ, തന്ത്രി അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ മകരസംക്രമ പൂജ നടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വെർച്വൽ ക്യൂ വഴി 30,000 പേരോളമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ ക്രമീകരണങ്ങളും എല്ലാ വിധത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി ശബരിമല ദർശനം കാണുവാൻ വേണ്ടി ഭക്തർക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്ടർ രൂപീകരിച്ച് യാതൊരു വിധത്തിലുള്ള അപകടങ്ങൾക്ക് അവസരം ഒരുക്കാത്ത തരത്തിലാണ് ഈ ക്രമീകരണം നടത്തിയിരിക്കുന്നത്. കുറച്ച് മുൻപ് ചെറിയ തോതിൽ ഭക്തരെ കടത്തിവിടുന്നത് സംബന്ധിച്ച് ചില പ്രതിഷേധങ്ങളൊക്കെ ചെറിയ തോതിൽ ഉണ്ടായെങ്കിലും അതെല്ലാം പോലീസ് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സുഗമമായി തന്നെ ശബരിമല ദർശനം നടത്താനുള്ള അവസരം ഭക്തരെ കടത്തിവിടുന്നത് സംബന്ധിച്ച് ചില പ്രതിഷേധങ്ങളൊക്കെ ചെറിയ തോതിൽ ഉണ്ടായെങ്കിലും അതെല്ലാം പോലീസ് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സുഗമമായി തന്നെ ശബരിമല ദർശനം നടത്താനുള്ള അവസരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും മണിക്കൂറുകൾ മാത്രമാണ് ശബരിമല ദർശനത്തിന്, മകരജ്യോതി ദർശനത്തിന് ബാക്കി നിൽക്കുന്നത്. ഏകദേശം 6:20 പന്തളത്തു നിന്ന് പുറപ്പെട്ട തിരുവാഭരണം അച്ഛൻ മകന് കൊടുത്തുവിടുന്നുവെന്ന സങ്കല്പത്തോടെ ശബരിമലയിൽ വിളക്കോട് ചേർന്നെത്തുന്ന തിരുവാഭരണം എത്തും. അത് ചാർത്തിയായ ഇന്ന് ഭഗവാന് ദീപാരാധന ഉണ്ടാകുക ശബരിമല വിശ്വാസികളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. ശബരിമലയിൽ ഭഗവാന് പന്തളത്തുനിന്ന് കൊടുത്തുവിടുന്ന തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. മണ്ഡലവിളക്കിന് ഘോഷയാത്രയെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി അടക്കം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ സന്നിധാനത്ത് സ്വീകരിക്കും. ഏകദേശം 5:45 തന്നെ ഇത് താഴെ ശരംകുത്തിയിലെത്തും. അവിടുന്ന് 6:20 തന്നെ സന്നിധാനത്തേക്ക് എത്തുന്ന ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരുവാഭരണത്തെ സ്വീകരിക്കും. തുടർന്ന് തന്ത്രിമാർ അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി പൂജകൾക്ക് ശേഷം ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരുവാഭരണത്തെ സ്വീകരിക്കും. തുടർന്ന് തന്ത്രിമാർ അത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി പൂജകൾക്ക് ശേഷം ഭഗവാനെ സർവാഭരണ വിഭൂഷിതനാക്കി ഇരുത്തും. തുടർന്ന് സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ആയിരിക്കും ഇന്ന് ഭക്തജനങ്ങൾ കാണുക. വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള കാഴ്ചയാണ് സർവാഭരണ വിഭൂഷിതനായി ശബരിമല ശാസ്താവിനെ കാണുവാൻ കഴിയുക എന്നുള്ളത്. അതിനുവേണ്ടി നിരവധി ആളുകളാണ് ശബരിമല സന്നിധാനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മരക്കോട്ടത്തും അതുപോലെ പലയിടങ്ങളിൽ ശബരിമല പരിസരത്തെല്ലാം ആളുകളുടെ തിരക്ക് ഉണ്ട്.
ഉണ്ടായി സുഗമമായി തന്നെ മകരജ്യോതി ദർശനം കാണുവാനുള്ള എല്ലാ സൗകര്യവും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 6:30 തന്നെ മകരജ്യോതി ദർശനം ഉണ്ടാവും. 3 പ്രാവശ്യങ്ങളിലായി ആ മഹാജ്യോതി തെളിയുമ്പോൾ ഭക്തര സഹസ്രങ്ങളിൽ ചരണം വിളിയുടെ സംഘനാഥമായിരിക്കും മുഴങ്ങുക. ഏതായാലും ശബരിമലയിൽ ഭഗവാന്റെ തിരുവാഭരണം കൊണ്ടുവരുന്ന തിരുവാഭരണം ചാർത്തിയുള്ള ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. അതിനുശേഷമായിരിക്കും മകരജ്യോതി ദർശനം നടക്കുക. തന്ത്രി അടക്കമുള്ളവർ മകരസംക്രമ പൂജയുമായി ബന്ധപ്പെട്ട് അകത്തുണ്ട്. മാത്രമല്ല മരക്കൂട്ടത്ത് ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് മരക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ശബരിമലയിൽ വലിയ തിരക്കും ഒഴിവാക്കുക. മാത്രമല്ല മരക്കൂട്ടത്ത് ഇപ്പോൾ ഭക്തജനങ്ങളുടെ തിരക്ക് മരക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ശബരിമലയിൽ വലിയ തിരക്കും ഒഴിവാക്കുവാനുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്